ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നോക്കിക്കേ, കണ്ടോ ഇവിടെ 3 പേര് വന്നിട്ടുണ്ട്. ദേ പോളും അവിടെ ഇരിക്കുന്നുണ്ട്, അലക്സും ഉണ്ട്, ചേട്ടനുണ്ട്. എന്നെ കൂട്ടണ്ടാന്ന് 2-3 പ്രാവശ്യമായി അവൻ ഇവിടെ വന്ന് ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ ഓരോരോ കുസൃതി പണികൾ കാണിക്കണം. അപ്പൊ ഞാൻ വഴുക്ക് പറഞ്ഞു, അതുകൊണ്ട് പിണങ്ങി പോയേക്കണതാണ് കേട്ടോ. ദേ പിണങ്ങിയതേ അങ്ങടേക്ക് പോയി ഡാൻസ് കളിച്ച് അകത്തേക്ക് പോയി. അപ്പൊ ദേ ഇവിടെ അലക്സുന്റെ മുടി വെട്ടാനായിട്ടാണ് പോകുന്നത്. അലക്സ് ഇതേ കണ്ട കത്രിക ചേട്ടൻ റെഡി ആക്കിയിട്ടുണ്ട്. എന്റെ പൊന്നോ, സാഹസികത്തിന് ഒരു കുറവുമില്ല കേട്ടോ. സ്റ്റൂളിലിരിക്കാൻ പറഞ്ഞിട്ട് ഇതേ കാണിക്കുന്നതാണ് ആ കാണുന്നത്. അപ്പൊ ദേ ഞങ്ങൾ മുടി വെട്ടാനായിട്ട് പോവാണ്. ഞങ്ങൾക്ക് 1 വയസ്സും 3 മാസവും ആയിട്ടോ. പോളുവിനെയും കൂടി മുടി വെട്ടണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ദേ മുടി വെട്ടാനായിട്ട് അലക്സും അവിടെ ഇരിക്കണു. ഏട്ടാ ഞാനവിടെ വന്നോ, ആവശ്യമുണ്ടോ? കൊച്ചു വീഴും, പോളു വാവ വീഴും. അപ്പാണ് ഒരു എറോപ്ലെയിൻ പോണത് അല്ലേ. എറോപ്ലെയിൻ കാണാണ് കൊച്ച്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അലക്സുവിന് എറോപ്ലെയിൻ. എറോപ്ലെയിൻ പോയി. അച്ചു എന്താ പോയേ, എന്തെന്ന് പോയേ? കാക്കയാ? എറോപ്ലെയിനെ കാണാൻ നീങ്ങി പോവാണ്. അത്തുസേ എന്തൊട്ട് പോയേ? അത്തുന്റെ മുടി ഒന്ന് കെട്ടി വെക്കാൻ പറ്റും നോക്കിയേ. ഏട്ടാ അവന്റെ മുടി ഒന്ന് കെട്ടി വെക്കേ. അച്ചുവിന് കുറച്ച് മുടി വളർന്നിട്ടോ. അപ്പൊ എപ്പോഴും ജലദോഷവും പനിയൊക്കെയാണ്. അവന് ഒരുപാട് മുടി ഒന്നും ഇല്ല താനും അവന് വെട്ടാനായിട്ട്. എന്താവൂന്ന് അറിയില്ല കേട്ടോ, സമ്മതിക്കുമെന്ന്. അപ്പൊ ദേ അച്ഛന്റെ മുടി വെട്ടാൻ പോവാണ്. അച്ഛന് ഇത് ഇത്രയും മുടി ഉണ്ട് കണ്ട. അത്തൂസേ മുടി ഇവിടെ മുടി നിർബന്ധല്ലേ അത്തു? നടക്കുവോ ദൈവമേ, മുടി വെട്ടാൻ സമ്മതിക്കുമെന്ന് അറിയില്ല കേട്ടോ. മേടിച്ചൊന്നും വേണ്ട, നമ്മള് ട്രിമ്മർ വെച്ചാണ് കേട്ടോ വെട്ടാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് മുടി വെട്ടി അത്തുവിന്റെ. അച്ചു അലക്സൂന് ജനിച്ചപ്പോഴേ മുടി കുറവായിരുന്നു കേട്ടോ, തീരെ കുറവായിരുന്നു. നമ്മുടെ അന്തോണിസ് പുണ്യാളനില്ലേ, അന്തോണിസ് പുണ്യാളുടെ പോലെയാണ് ഇരുന്നത്. നിർവന്തലയിൽ ഒട്ടും തന്നെ മുടി ഉണ്ടായിരുന്നില്ല. ബാക്കി പുറകേലാണ് ഒരു അല്പമെങ്കിലും മുടി ഉണ്ടായിരുന്നത് കേട്ടോ. എല്ലാവരും പറഞ്ഞു ഞാനിങ്ങനെ ചൂടുവെള്ളം കുടിച്ചിട്ടായിരിക്കാം കുഞ്ഞിന്റെ മുടി പോയേന്ന്. ശരിയാണ്, എനിക്ക് ആ സമയത്തൊക്കെ കോവിഡ് വന്നിരുന്നു. 3-ാം മാസത്തില് കോവിഡ് വന്നു. അപ്പം പിന്നെ എനിക്ക് ചുമ എപ്പോഴും കുത്തി ചുമയാണ്. അപ്പം അങ്ങനെ ചുമ മാറാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ചൂടുവെള്ളം ഫ്ലാസ്കിൽ കൊണ്ടുവന്ന് വെക്കും. ആ ചൂടുവെള്ളം കുടിക്കുമ്പോഴാണ് നമുക്ക് ആ ചുമയൊന്ന് മാറണേ. അങ്ങനെ ഫുൾ ടൈം ചൂടുവെള്ളം കുടിക്കലും അതുപോലെ തന്നെ ആ ചുമ നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ കുരുമുളകും കൂടി കഴിക്കും കേട്ടോ. അപ്പം അത് രണ്ടും ചൂടാണ്. പോരാത്തതിന് മാങ്ങയും നല്ല മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കഴിക്കുമായിരുന്നു. എന്തോരം മാങ്ങയാണെന്നറിയോ ഇവന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കഴിച്ചത്. അപ്പം ഈ ചൂടെല്ലാം കൂടി ചെന്നിട്ടാണാവോ മുടി പോയതില്ല, അവരങ്ങനെ പറയുന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ, കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമ്മളിങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂടുള്ള സാധനങ്ങൾ എരിവുള്ളത് കഴിച്ചത് കൊണ്ടാണോ, അങ്ങനെ കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ മുടി പോവുമോ എന്നുള്ള കാര്യം കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ ഒന്ന് താഴെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പൊ ഗൈസ്, മുടി വെട്ടുന്ന ദൗത്യം ഏകദേശം പൂർത്തിയായി. നമ്മൾ കുറേ വെട്ടുന്നില്ല, ജസ്റ്റ് ആ എഴുന്നേറ്റുന്ന മുടികൾ മാത്രമായിട്ടേ വെട്ടിയുള്ളൂ. അത്തുവിൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞു. അങ്ങനെ അത്തു ഇങ്ങോട്ട് നോക്ക്. അത്തു ബക്കറ്റിലാണ് മുടി ഇട്ടിരിക്കുന്നത്, അത് ചീപ്പുകൊണ്ട് തോണ്ടി എടുക്കാണ്. അപ്പൊ ദേ മുടി വെട്ട് കഴിഞ്ഞു അത്തുവിന്റെ. കണ്ട, ഇനി ചേട്ടന്റെ മുടി വെട്ടാനാണ് പോകുന്നത്. അപ്പൊ ദേ അത്തുവിന്റെ മുടി വെട്ടിക്കഴിഞ്ഞു. അത്തു നോക്കട്ടെ അമ്മ. കുട്ടപ്പനെ പുറകേല് കുറച്ച് ഇതായിട്ട് നിക്കായിരുന്നു മുടി. അപ്പൊ ദേ വെട്ടിപ്പോ ഒരു ലെവലായിട്ടോ. അത്തു നോക്കട്ടെ. അവന് ചീപ്പ് വേണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ കരയുന്നത്. അത്തു മുടിയിലാണ്. നോക്കട്ടെ. ഒന്ന് ഇരിക്കാം, അമ്മ കാണട്ടെ. ഒന്ന് തലമുടി ഇരിക്കും. എടാ പോളു അതിനെ പിടിച്ച് ഞെക്കല്ലേ മോനെ. ആണോ?
അച്ഛൻ്റെ തലയൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. കണ്ടോ, ഇവിടെയാണ് കേട്ടോ നമ്മൾ തലയൊക്കെ വെച്ചത്, കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ബാക്ക് വശമായിരുന്നു കുറച്ച് ഇതായിട്ട് ഇരുന്നത്. അവൻ അതിൻ്റെ ഇടയ്ക്ക് പോര് പിടിക്കാൻ ഞാൻ തന്നെ കൊച്ചു കിടന്ന് കരയുന്നത്. അത്തുവിന്റെ മുടിയാണിത് ഈ ബക്കറ്റിൽ കിടക്കുന്നത്. കണ്ടോ, ആദ്യമായിട്ട് വെട്ടി ഇറക്കിയതാണ്. കണ്ടോ, അപ്പൊ പോളൂസിന്റെ തലമുടി വെട്ടാനായിട്ട് പോവാണ്. ഇനി പോളൂന്റെ വെട്ടിട്ട് വേണം ചേട്ടന്റെ വെട്ടാനായിട്ട്. അപ്പൊ ചേട്ടന്റെ ട്രിമ്മർ ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വെട്ടുള്ളൂ. അപ്പൊ ദേ പോളൂട്ടന്റെ തലമുടി വെട്ടാൻ തുടങ്ങാണ്. അച്ചു വെട്ടി ചീപ്പും കൊണ്ട് നടക്കാണ്. ഈരലോട് ഈരലാണ്. അപ്പൊ പോളുവിന്റെ മുടി വെട്ടാനായിട്ട് തുടങ്ങി. അപ്പൊ പോളൂന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇരിക്കുന്നത്, മുടി വെട്ടാനായിട്ട്. അല്ലെങ്കിൽ പോളുവിന് ചെറിയൊരു സങ്കടമൊക്കെ ആയിട്ടാണ് ഇരിക്കാറ്. ഇന്നിപ്പോ അതേ അലക്സും കൂടി ഉള്ളതുകൊണ്ടാണ്. അലക്സും ആണെങ്കിൽ കുപ്പിയും കൊണ്ട് ഏറാണ്. അപ്പൊ അവനൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ആ കുപ്പി അങ്ങോട്ടേക്ക് എറിയും, അത് അതേ സ്പീഡിൽ പോയി എടുത്തൊന്ന് തിരിച്ചിങ്ങോട്ടേക്ക് എറിയും. ഇവൻ തന്നെ പഠിപ്പിച്ചതാണ് കേട്ടോ, പോള് തന്നെ പഠിപ്പിച്ച കലാപരിപാടികളാണ് കേട്ടോ ഈ കുപ്പിയേറൊക്കെ. അപ്പൊ നമ്മുടെ മുടി വെട്ടൽ മഹാമഹം അവസാനിച്ചിരിക്കുന്നു. ചേട്ടന്റെ മുടി വെട്ടാനായിട്ട് ട്രിമ്മറിൽ ചാർജ് ഇല്ല. അപ്പൊ നമുക്ക് കുറച്ച് നേരം ചാർജ് ചെയ്തോളൂ, അതുകൊണ്ട് നമുക്ക് മുടി വെട്ടാനായിട്ട് സാധിക്കില്ല. ഈ അലക്സും പോളും എന്തെന്നാ കാണിക്കുന്നതാ? അത് ചീപ്പ് എടുത്തോണ്ട് പോയാണ് അലക്സ് അവിടെ കിടന്ന് കിണുങ്ങണേ. അച്ചു കാണിച്ചു കൊടുത്തേ, ചേട്ടായിനും അച്ഛനും കാണിച്ചു കൊടുത്തേ. കണ്ട, രണ്ടുപേരുടെ മുടി വെട്ടിയതേ. രണ്ടുപേരും കുട്ടപ്പന്മാരെ. അങ്ങോട്ട് നീങ്ങി നിൽക്കണം, അങ്ങോട്ട് ഇറങ്ങി നിൽക്ക്. അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്ക്, അച്ഛൻ്റെ അടുത്ത് നിൽക്ക്. അച്ചു ആണെങ്കിൽ ഇതിന് മേലെ പിടച്ച് കയറാണ്. ഇനി കുളിക്കാൻ പോവാണ്. ഇനി മുടിവെട്ടൊക്കെ കഴിഞ്ഞു. മുടിവെട്ട് കഴിഞ്ഞതിന്റെ ഇനി കുളിയാണ്. കുളിച്ച് ഞങ്ങള് കുട്ടന്മാരാവുമ്പോഴാണ്. ഏട്ടാ നിങ്ങൾ നീങ്ങി വരാമോ? എന്നിട്ട് ഇവരൊന്ന് പിടിക്കുമോ, അല്ലെങ്കിൽ ഇപ്പൊ താഴെ കിടക്കും. ഇത് എപ്പൊ നോക്കിയാലും എന്തിന്റെ മുകളിൽ പിടച്ച് കയറുന്നേ. അത്തുതേ അപ്പൊ പുറകിലൊന്നും വീഴല്ലേ. അപ്പൊ ദേ അച്ചു ഇവിടെ വാ. അച്ചുവിനെ കിട്ടണില്ല. ദേ വാ. അപ്പൊ ദേ ഞങ്ങളുടെ മുടിവെട്ടൽ മഹാമഹ അവസാനിച്ചു. എല്ലാവർക്കും ഒരു ബൈ ബൈ പറ. ബൈ ബൈ പറ.